ശരി, വസന്ത് അതിനുള്ള വസന്തും അതേ നിലപാടുള്ള ആൾ തന്നെയായിരുന്നു. രാഷ്ട്രീയ പോരാട്ടത്തിന് CPM തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് കാണാമായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായി CPM വന്നിരിക്കുകയാണ്. സ്വരാജിനെ തന്നെ കിട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക്. എല്ലാ അർത്ഥത്തിലും ശ്രീ മഞ്ജുഷ്, എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ശ്രീ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം നിങ്ങൾ പറയുന്നത് പോലെ M സ്വരാജ് മത്സരിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചത്. അതായത് ഏതോ ഒരു സിനിമയിൽ സോണിയ വന്നാട്ടെ എന്ന് പറയുമ്പോൾ അവസാനം സോണിയ വലിയ ഭീമാകാരനായ സോണിയ വരുന്നത് പോലെ എന്നൊന്നും നിങ്ങൾ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ സ്വരാജിനെ പ്രതീക്ഷിച്ച് തന്നെയാണ് വിളിച്ചത്. അതിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ മണ്ഡലത്തിൽ നിന്നുള്ള CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ M സ്വരാജാണ്. ആ മണ്ഡലത്തിൽ നിന്നും ജില്ലയിൽ നിന്നുമുള്ള CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അദ്ദേഹമാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ആ മണ്ഡലത്തിലേക്ക് ഞങ്ങൾ രാഷ്ട്രീയ പോരാട്ടത്തിലാണ്. എന്തിനാണെന്നറിയാമോ? ഞങ്ങളെ സംബന്ധിച്ച് ഇത് സെമി ഫൈനലാണ്. ഈ സെമി ഫൈനൽ ഞങ്ങൾ ജയിക്കുമെന്നും അത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. അത് ഞങ്ങളുടെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെയും ബൂത്ത് പ്രസിഡന്റുമാരുടെ റിപ്പോർട്ടിങ്ങിന്റെയും ഭാഗമായി ഞങ്ങൾക്ക് മനസ്സിലായതാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ജയിക്കുമ്പോൾ അത് സ്വതന്ത്രരായത് കൊണ്ടാണല്ലോ, പാർട്ടി ചിഹ്നം ഇല്ലാത്തത് കൊണ്ടാണല്ലോ, ആ വോട്ട് കിട്ടിയത് കൊണ്ടാണല്ലോ, ഈ വോട്ട് കിട്ടിയത് കൊണ്ടാണല്ലോ എന്ന് പറയുന്ന സ്ഥിരം CPM ക്യാപ്സ്യൂൾ ഞങ്ങൾ എതിരിടാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. നേരിട്ട് അവിടെ CPM-ന്റെ ചിഹ്നത്തിൽ ഒരാളെ പരാജയപ്പെടുത്തിയാൽ സ്വാഭാവികമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പ് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും ഞങ്ങൾക്ക് വലിയ ആർജവത്തോടെ, ഞങ്ങൾക്ക് വലിയ സന്തോഷത്തോടു കൂടി ആ ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കും. അതുകൊണ്ട് സെമി ഫൈനലിൽ ശക്തനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ M സ്വരാജിനെ വിളിച്ചത്. M സ്വരാജിന്റെ ഒരു നിസ്സാര സ്ഥാനാർത്ഥിയായോ ജോ ജോസഫിനെ പോലെ, അല്ലെങ്കിൽ ജെയ്സി തോമസിനെ പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പോലെ, ഡോക്ടർ P സരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയായൊന്നും ഞങ്ങൾ കാണുന്നില്ല. ശ്രീ സ്വരാജ് മിടുക്കലായ സ്ഥാനാർത്ഥിയാണ്, നല്ല സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മാത്രം പോരായിക കൊണ്ടല്ല, മറിച്ച് ഈ സർക്കാരിന്റെ കൂടി പോരായികകൾ കൊണ്ട് അദ്ദേഹം തോൽക്കാൻ പോവുകയാണ്. ഇനി ജയം തോൽവിയൊക്കെ പിന്നീട് നിശ്ചയിക്കേണ്ടതാണ്. പക്ഷേ സ്വരാജിനെ ഇറക്കാത്തതും പൊതു സ്വതന്ത്രനെ LDF തേടുന്നതും അത് ആത്മവിശ്വാസക്കുറവാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. തോൽക്കുമെന്ന് ഉറപ്പായത് കൊണ്ടാണ് UDF-ന് ഈസി വാക്ക് ഓവർ കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിരുന്നു. അതിനിപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുകയല്ലേ? അതാണ് ഈ സ്വരാജിന്റെ പ്രസക്തി എന്ന് തോന്നുന്നു ഇന്ന് സ്വരാജിനെ രംഗത്തിറക്കുന്നത്. ഒരിക്കലുമില്ല. ഈ സ്വരാജ് അൻവർ അവിടെ മത്സരിക്കുന്ന സമയത്തും അവിടെ ഉണ്ട്. നിലമ്പൂരുകാരനാണ് സ്വരാജ്. അല്ലാതെ കഴിഞ്ഞ ദിവസം അവിടെ പോയി അൻവർ രാജിവെച്ചതിന് ശേഷം അവിടെ പോയി വീട് മേടിച്ച ആളല്ല. അൻവർ ആദ്യം മത്സരിക്കുമ്പോൾ സ്വരാജ് DYF-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സംസ്ഥാനത്ത് തന്നെ. അൻവർ രണ്ടാമത് മത്സരിക്കുമ്പോൾ ഇതേ സ്വരാജ് CPM-ന്റെ സംസ്ഥാന ഭാരവാഹിയാണ്. എന്തുകൊണ്ടാ അൻവറിന് പകരം ഒരു പൊതു സ്വതന്ത്രന് പകരം അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടി സ്വരാജിനെ ഇറക്കാൻ ഇവർക്ക് തോന്നാതിരുന്നത്? ഇപ്പോൾ ഇതാ നാട് മുഴുവൻ തപ്പി നടന്നിട്ടും ആരെയും കിട്ടാതെ വന്നപ്പോൾ നിലമ്പൂരങ്ങാടിയിൽ തപ്പിയെടുക്കാവുന്നിടത്ത് മുഴുവൻ തപ്പിയിട്ടും ആരും ബലിയാടാവാൻ തയ്യാറാവാതെ വന്നപ്പോൾ അമ്മായിച്ചനും മരുമകനും കൂടി ഉണ്ടാക്കിയ ഒരു എലിക്കണിയാണിത്. ആ കെണിയിൽ സ്വരാജ് പെട്ടുപോയെന്നാണ് സഹതാപം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ മഞ്ജുഷ്, നേരത്തെ എന്റെ സുഹൃത്ത് ശ്രീ ഷാക്കിർ പറഞ്ഞില്ലേ പണിഷ്മെന്റിനെ പറ്റി, ആ സ്വരാജ് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. നോക്കൂ, പത്തനംതിട്ടയിൽ തോമസ് ഐസക് സാറിനെ പോലെ, വടകരയിൽ KK ശൈലജ മാഡത്തെ പോലെ, ആലപ്പുഴയിൽ G സുധാകരൻ അങ്ങുന്നതിനെ പോലെ അമ്മായിച്ചനും മരുമകനും ചേർന്ന് പിണറായിയുടെ അടുക്കളപ്പുറത്ത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എഴുതി കൊടുത്ത മറ്റൊരാളാണ് M സ്വരാജ്. ക്ലിയർ ആണല്ലോ? പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ തോപ്പിച്ചതുപോലെ, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തതുപോലെ, വടകരയിൽ ശൈലജ ടീച്ചർ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തതുപോലെ, ഈ പറഞ്ഞ ആലപ്പുഴയിൽ G സുധാകരന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തതുപോലെ, മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി വളർന്നു വരേണ്ടിയിരുന്ന ആളെ MP ആക്കി അങ്ങോട്ട് വിട്ടതുപോലെ, ഏറ്റവും ഒടുക്കത്തെ പിണറായി മരുമകൻ ട്രയത്തിന്റെ ടീമിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏറ്റുവാങ്ങേണ്ടി വന്ന ആളാണ് M സ്വരാജ്. അങ്ങനെയൊക്കെയാണോ?